സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട കാര്യം എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിത്ത് വിതച്ചിട്ടും ഇത് മുളയ്ക്കാത്തത്, അല്ലെങ്കിൽ മുളച്ചിട്ടും പകുതി വഴിക്ക് മാറിപ്പോകുന്നത്, ഉണങ്ങിപ്പോകുന്നത്, പക്ഷികൾ കൊണ്ടുപോകുന്നത്? വചനം ശക്തമായി നമ്മോട് പറഞ്ഞു തരികയാണ്, മണ്ണധികമില്ലായിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് കൂടുതൽ സമയം കൂടുതൽ അവിടുത്തോട് ചേർന്ന് നിൽക്കണം. നമ്മളിൽ പാറയായിട്ടുണ്ട അവസ്ഥകളുണ്ട്. നമ്മെ ദൈവം മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിലും ഇന്ന് പല മണ്ണുകളും പാറക്കഷ്ണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിൽ പാറകൾ പാടില്ല എന്നൊരു തീരുമാനം എടുക്കാം. പൊട്ടിച്ച് കളയണം പാറകൾ, മണ്ണായി തീരണം. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ പൂർണ്ണമായും മാറും. പിന്നെ എന്തിനാണ് ഈ കല്ല് നമ്മൾ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ഈ ഫലപുഷ്ടിയുള്ള ഈ മണ്ണിൽ ചെടികൾ പുഷ്പിച്ച് വൃക്ഷങ്ങൾ ഫലം തന്നുകൊണ്ട് നിൽക്കുന്നത് പോലെ നമുക്കും നമ്മളുടെ പുഷ്പങ്ങൾ വിരിയിക്കാം, ഫലങ്ങൾ അനേകർക്കായി കൊടുക്കാം. അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.